ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ത്യ ഇറാൻ ബന്ധത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നതാണ് ചബഹർ പോർട്ടിൻ്റെ നിർമ്മാണം പുതിയതായിട്ടുള്ള പോർട്ടല്ല. പോർട്ടിൻ്റെ വികസനം ഇന്ത്യ ഏറ്റെടുത്തത് ഇന്ത്യ ഇറാൻ റിലേഷനിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായിട്ട് മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇറാൻ ഇന്ന് അമേരിക്ക അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങളിൽ നിന്നും നേരിടുന്ന ഇക്കണോമിക് സാങ്ഷൻസ്, മറ്റു രീതിയിലുള്ള പ്രധാന പ്രശ്നങ്ങൾ, വെല്ലുവിളികളൊക്കെ തന്നെ കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യക്ക് ഈ പറഞ്ഞ ചബഹർ പോർട്ടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില അവസ്ഥകൾ നമുക്ക് വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു വാസ്തവമായി നിലനിൽക്കുമ്പോഴാണ് ഈ പറഞ്ഞ ഇറാൻ്റെ മേൽ വീണ്ടും ഇറാൻ്റെ മേലല്ല, ഇറാനുമായിട്ട് കച്ചവടം അല്ലെങ്കിൽ ബന്ധങ്ങൾ, ട്രേഡ് റിലേഷൻസ് നിലനിർത്തുന്ന എല്ലാ രാജ്യങ്ങൾക്കും മുകളിൽ 25% അഡീഷണൽ ടാരിഫ് ഏർപ്പെടുത്തുമെന്നുള്ളൊരു നയം അമേരിക്കൻ പ്രസിഡന്റ് ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അത് ഇന്ത്യയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളതല്ല. ഇറാനുമായിട്ട് ആരെല്ലാം ട്രേഡ് നടത്തുന്നു, നമുക്കറിയാം, ഒരു രാജ്യമാകുമ്പോൾ ഒത്തിരി രാജ്യങ്ങൾ ആ രാജ്യമായിട്ട് ട്രേഡിൽ ഏർപ്പെടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങൾക്കെല്ലാം മുകളിൽ 25% ടാരിഫ് ഏർപ്പെടുത്തും എന്നുള്ളൊരു നിലപാടുമായിട്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ മുന്നോട്ട് വന്നിരുന്നു. അപ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ച് ഓൾറെഡി ഇന്ത്യക്ക് മുകളിൽ ചില ടാരിഫുകളുണ്ട്, 50%. അപ്പോൾ ഇങ്ങനെ ഈ 25% ടാരിഫ് വീണ്ടും വരികയാണെങ്കിൽ ഇന്ത്യ അമേരിക്ക റിലേഷൻസിൽ പുതിയ അനിശ്ചിതത്വങ്ങൾ അത് ഉണ്ടാക്കി വെക്കുന്നത് മാത്രമല്ല, ചബഹർ പോർട്ടുമായിട്ടുള്ള നമ്മളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ അനിശ്ചിതത്വത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു പോർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ ഏർപ്പെടുന്നു എന്നുള്ളതിനപ്പുറം അത് ഇന്ത്യയെ സംബന്ധിച്ചൊരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് ആണ് ഇറാൻ എന്ന് പറഞ്ഞാൽ. വളരെ തന്ത്രപരമായിട്ടുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു ലൊക്കേഷനിലാണ് ചബഹർ ഉള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഇൻവോൾവ്മെൻറ്റ് നമുക്ക് സ്ട്രാറ്റജിക് ആണ്. കാരണം തൊട്ടിപ്പുറത്ത് ഖദ്വാറിൽ ചൈനയും പാകിസ്ഥാനും ഒരുമിച്ച് അവർ ആ പോർട്ട് ഇതുപോലെ തന്നെ നിർമ്മിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ആം, കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ചൈനയ്ക്ക് തീർച്ചയായിട്ടും ഗദ്വാറിൽ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ പോർട്ടായിട്ടുള്ള ഗദ്വാറിൽ ഒരു ഫുട് ഹോൾഡ് അല്ലെങ്കിൽ ഫുൾ പ്രിൻ്റ് കിട്ടുന്നതോടുകൂടി ചൈനയ്ക്ക് തീർച്ചയായിട്ടും ആ ഒരു മേഖലയിൽ കൂടുതൽ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ, ചൈനയും പാകിസ്ഥാനും ഇതുവരെ അതൊരു മിലിറ്ററി ഉദ്ദേശത്തോടുകൂടിയല്ല എന്നുള്ളത് അവർ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും നമുക്കറിയാം, തീർച്ചയായിട്ടും ഭാവിയിൽ അതിനെ ഒരു സൈനികപരമായിട്ടുള്ള മേഖലയായിട്ട് അല്ലെങ്കിൽ സ്പോട്ടായിട്ട് മാറ്റിയെടുക്കാൻ തീർച്ചയായിട്ടും കഴിയും, അല്ലെങ്കിൽ അത് സംഭവിക്കും എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമാണ്. അപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥ നിലനിൽക്കുമ്പോൾ ഇന്ത്യക്ക് ഈ ചബഹർ പോർട്ടിൽ ഒരു അക്സസ് കിട്ടുക എന്നുള്ളത് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഒരു അനിശ്ചിതത്വത്തിൻ്റെ വക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ടാരിഫിൻ്റെ വിഷയം കൊണ്ട്. ഒക്ടോബർ 2025 ഒക്ടോബറിൽ നമുക്ക് ഇതുമായിട്ട് സംബന്ധിച്ചൊരു 6 മാസത്തെ ഇളവ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഈ ചബഹർ പോർട്ടിൻ്റെ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ 6 മാസം ഇളവെന്ന് പറയുമ്പോൾ ഏകദേശം മാർച്ചിലൂടെ അത് തീരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ പുതിയ ടാരിഫ് വന്നതോടുകൂടി, അല്ലെങ്കിൽ ഈ 25% ടാരിഫ് വന്നത് ഈ എക്സംഷൻ അല്ലെങ്കിൽ ഈ ഇളവുകളൊക്കെ വീണ്ടും ഒരു ഭീഷണി അല്ലെങ്കിൽ ഒരു അൺസർട്ടനിറ്റി ഉണ്ടാക്കുന്ന കാര്യമാണ്. ഒന്നാമത് നമുക്കറിയാം, മിഡിൽ ഈസ്റ്റ് വളരെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നൊരു ഏരിയയാണ്. ഇറാനുമായിട്ടുള്ള പ്രശ്നം വളരെ രൂക്ഷമായിട്ട് ഇരിക്കുന്ന ഈ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വളരെയധികം ആശങ്ക ഉളവാക്കുന്നൊരു കാര്യങ്ങളാണ്. ട്രംപിൻ്റെ ആദ്യത്തെ പ്രസിഡൻഷ്യൽ ടേമിൽ ഇറാനുമായിട്ട് ഒബാമയുടെ പ്രസിഡൻഷ്യൽ ടേമിൽ അവർ ഉണ്ടാക്കിയെടുത്തൊരു കരാറുണ്ടായിരുന്നു, ജോയിൻറ്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ, JCPOA എന്ന് പറഞ്ഞു. അത് 2018 2018 ട്രംപ് ഈ പറഞ്ഞ കരാറിൽ നിന്ന് പിന്മാറുകയും, ഈ കരാറിൽ നിന്ന് പിന്മാറിയതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ മുകളിൽ കൂടുതൽ സമ്മർദ്ദങ്ങൾ, മാക്സിമം പ്രഷർ ചെലുത്തുക, അതുപോലെ ഇക്കണോമിക്കലി ടെഹ്റാനെ അല്ലെങ്കിൽ ഇറാനെ ഐസൊലേറ്റ് ചെയ്യുക, ഒറ്റപ്പെടുത്തുക എന്നൊക്കെയുള്ള ഏഹ്, ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു. അതായത് ഓയിൽ എംബാർഗോ, അവരുടെ ഓയിൽ എക്സ്പോർട്ടിൻ്റെ മുകളിൽ സാങ്ഷൻ, ഉപരോധം, അതുപോലെ തന്നെ ബാങ്കിങ്, ഷിപ്പിങ്, അതുപോലെ തന്നെ മൂന്നാമതൊരു രാജ്യമായിട്ടുള്ള ട്രേഡ്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഈ സാങ്ഷൻ്റെ അല്ലെങ്കിൽ സാമ്പത്തിക ഉപരോധത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടെയായിരുന്നു. അങ്ങനെ ട്രംപ് ഈ പറഞ്ഞ JCPOയിൽ നിന്ന് പിന്മാറി
അതിനുശേഷം ബൈഡൻ വന്നു. ബൈഡൻ വന്നെങ്കിലും ഈ പറഞ്ഞ സമാനമായിട്ടുള്ളൊരു സ്ഥിതി നിലനിർത്തുകയും ഇറാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു തന്ത്രമാണ് അന്നും അമേരിക്കൻ ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ എപ്പോഴും ഇറാൻ ഒരു കല്ലുകടിയായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം അമേരിക്കയ്ക്ക് അത്ര വലിയ താല്പര്യമില്ല ഇന്ത്യ ഇറാനുമായിട്ട് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ബന്ധങ്ങൾ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ ചില മേഖലകളിൽ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ഇന്ത്യക്ക് ചില ഇളവുകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നേരത്തെ ഒക്കെ തന്നെ നമുക്ക് ഇറാനിൽ നിന്നും വൻതോതിൽ ഓയിൽ ചീപ്പായിട്ട് ഇപ്പോൾ റഷ്യയിൽ നമ്മൾ വാങ്ങിക്കുന്ന പോലെ തന്നെ നമുക്ക് വാങ്ങിക്കാനുള്ള അവസരങ്ങളൊക്കെ തന്നെ നമുക്ക് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കയുടെ സമ്മർദ്ദത്തിൻ്റെ ഭീഷണിയുടെ മുമ്പിൽ നമ്മൾ വഴങ്ങിക്കൊടുത്തുകൊണ്ട്. പക്ഷേ ചൈന ആ സമയത്ത് ഇറാനിൽ നിന്നും വൻതോതിൽ ഈ ഓയിൽ വാങ്ങിക്കുന്ന ഒരു സാഹചര്യം നിലനിന്നിട്ടുമുണ്ട്. അപ്പോൾ 2008 ഇന്ത്യ അമേരിക്ക ന്യൂക്ലിയർ ഡീലിന് ശേഷം ഈ പറഞ്ഞ ഇറാൻ ഇന്ത്യയുടെ ഇറാനുമായിട്ടുള്ള ബന്ധങ്ങൾ വളരെ സൂക്ഷ്മമായിട്ടുള്ള പരിഗണനയിലാണ് അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന്. എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഈ പറഞ്ഞ ന്യൂക്ലിയർ ഡീൽ നമ്മൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ന്യൂക്ലിയർ ഡീലിൽ ഏർപ്പെട്ടതിന് ശേഷം ഇന്ത്യക്ക് ഈ നോൺ പ്രൊളിഫറേഷൻ ട്രീറ്റി അനുസരിച്ച് ചില ബാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇറാൻ ഈ പറഞ്ഞ അണുവായുധം നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ന്യൂക്ലിയർ പ്രോഗ്രാമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമായതുകൊണ്ട് അങ്ങനെയുള്ള രാജ്യവുമായിട്ട് സഹകരിക്കുന്ന ഇന്ത്യക്ക് മേലെ അമേരിക്കയുടെ സമ്മർദ്ദവും ഈ ഭീഷണികളുമൊക്കെ ശക്തമായിട്ട് അന്നും ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഒരു വസ്തുതയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ബൈഡൻ കഴിഞ്ഞ് ട്രംപ് വീണ്ടും വന്നു. ഇറാനോടുള്ള സമീപനത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ടാരിഫ് 25% ടാരിഫ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ പോലുള്ള മറ്റു രാജ്യങ്ങളെ എന്ത് ചെയ്യാൻ വേണ്ടിയാണ്? ഈ ഇറാനുമായിട്ട് ബന്ധം നിലനിർത്തുന്നത് അല്ലെങ്കിൽ ബന്ധം തുടരുന്നത് ഏഹ്, നിർത്തുവാൻ വേണ്ടിയുള്ളൊരു പിന്നെ ഭീഷണി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ പറഞ്ഞ 25% ടാരിഫ് എല്ലാ രാജ്യങ്ങളിലെയും മുകളിൽ ഏർപ്പെടുത്തുന്നുള്ള ഭീഷണിയുമായിട്ട് ട്രംപ് ഈ സമീപകാലത്ത് വന്നിട്ടുള്ളത്. അത് വീണ്ടും ഇറാനെ ഇക്കണോമിക്കലി പിന്നെ പ്രഷർ ചെയ്യാനും അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്യാനും വേണ്ടിയാണ്. അങ്ങനെ പരമാവധി ഒരു രാജ്യത്തെ സാമ്പത്തികമായിട്ട് ഞെരുക്കി അവസാനം അവിടുത്തെ ഭരണമാറ്റത്തിൻ്റെ ഒരു വക്കിലേക്ക് അതിനെ എത്തിക്കുക എന്നുള്ളൊരു ചിരകാലമായിട്ടുള്ള അമേരിക്കയുടെ തന്ത്രം അതുതന്നെയാണ്. ഇറാൻ്റെ മുകളിലും ഈ പറഞ്ഞ സാങ്ഷൻ അല്ലെങ്കിൽ ഉപരോധം തുടങ്ങിയ കാര്യങ്ങൾ അതൊരു രാജ്യത്തിനെ മാത്രമല്ല ടാർഗറ്റ് ചെയ്യുന്നത്, ആ രാജ്യവുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ രാജ്യങ്ങളെയും. കാരണം ഇപ്പം നമുക്കറിയാം സ്വതന്ത്ര പരമാധികാരമുള്ള രാജ്യങ്ങളാണ് എല്ലാം. അപ്പം ഇന്ത്യ മറ്റൊരു രാജ്യമായിട്ട് ഏർപ്പെടണോ വേണ്ട എന്നുള്ള ഇന്ത്യയാണ് തീരുമാനിക്കുന്നത്. അതുപോലെ ചൈന, പാകിസ്ഥാൻ ഇങ്ങനെയുള്ള സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങളായതുകൊണ്ട് ഏത് രാജ്യമായിട്ട് ബന്ധം സ്ഥാപിക്കണമെന്നും അല്ലെങ്കിൽ കച്ചവടം നടത്തണമെന്നും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കരാറുകൾ ഒപ്പുവെക്കണമെന്നൊക്കെ ആ രാജ്യങ്ങൾ തമ്മിൽ ഉഭയകക്ഷിപരമായിട്ടാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഇവിടെ അമേരിക്ക ഒരു സൂപ്പർ പവർ ആയതുകൊണ്ടും അല്ലെങ്കിൽ ലോക പോലീസ് ആയതുകൊണ്ടും ഒക്കെ തന്നെ അമേരിക്ക പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷനിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾ എന്താണോ അതിന് വിരുദ്ധമായിട്ട് നിലനിൽക്കുന്ന രാജ്യങ്ങളെ അമേരിക്ക ഈ പറഞ്ഞ പലതരത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുകയും അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന കാഴ്ചകളാണ് നമുക്ക് ദശാബ്ദങ്ങളായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇവിടെയും നമുക്ക് അതിനാണ് വിറ്റ്നസ് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു സീൻ അല്ലെങ്കിൽ സെനറി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ചബഹർ പോർട്ടിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ വളരെയധികമാണ് ശരിക്കും പറഞ്ഞാൽ. അത് ഒരു പോർട്ട് പ്രോജക്റ്റ് എന്നുള്ളതിനപ്പുറം തന്നെ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള നമ്മുടെ ഒരു അസറ്റാണിത്. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും ഒരു ഇന്ത്യയുടെ ഈ പാകിസ്ഥാൻ എന്നുള്ളൊരു വിഷയം മൂലം നമുക്ക് നഷ്ടപ്പെട്ട വലിയൊരു കണക്ടിവിറ്റി ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റുമായിട്ടും സെൻട്രൽ ഏഷ്യയുമായിട്ടും ഒക്കെ തന്നെ നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ട കണക്ടിവിറ്റിയെ നമുക്ക് എന്താ പറയുന്നത് ഈ റീഗെയിൻ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലൊക്കേഷനാണ് ഈ പറഞ്ഞ ചബഹർ പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ റീജിയണൽ കണക്ടിവിറ്റി അതുപോലെ നമ്മളുടെ സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് നമ്മുടെ തന്ത്രപരമായിട്ടുള്ള താല്പര്യങ്ങളൊക്കെ നമുക്ക് വർദ്ധിപ്പിക്കാനും വ്യാപിപ്പിക്കാനും ഒക്കെ കഴിയുന്ന തരത്തിലുള്ളൊരു ലൊക്കേഷനാണ് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റാണ് ചബഹർ പോർട്ട് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ. അതൊരു വെറും പോർട്ട് പ്രോജക്റ്റ് മാത്രമായിട്ടല്ല. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അഫ്ഗാനിസ്ഥാനിലേക്കും അതുവഴി സെൻട്രൽ ഏഷ്യയിലേക്കും റഷ്യയിലേക്കും ഒക്കെ തന്നെ നമ്മളുടെ മാർക്കറ്റിനെ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ സപ്ലൈ ചെയിനെ അല്ലെങ്കിൽ നമ്മുടെ ആക്സസിനെ ഒക്കെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ളൊരു നമ്മുടെ ആക്സസ്സാണ് ഈ ചബഹർ പോർട്ടുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ടുള്ളത്.
പാകിസ്ഥാൻ നമുക്കുള്ളത് കൊണ്ട് നമുക്കത് പാകിസ്ഥാൻ നമ്മുടെ അയൽരാജ്യം ഉള്ളതുകൊണ്ട് നമുക്ക് അതിനെ മറികടന്ന് വേണം അഫ്ഗാനിസ്ഥാനിലേക്കും അതുവഴി നമുക്ക് സെൻട്രൽ ഏഷ്യ റഷ്യയിലേക്കൊക്കെ നമുക്ക് പോകാൻ വേണ്ടി മിഡിൽ ഈസ്റ്റിലേക്കൊക്കെ പോകാൻ വേണ്ടി. പണ്ട് 47 പാകിസ്ഥാൻ നിർമ്മിച്ചത് തന്നെ ഈ വലിയൊരു ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുവഴി നമ്മളുടെ വലിയൊരു വാതായനം അല്ലെങ്കിൽ പോർട്ടൽ നമുക്ക് വെളിയിലേക്കുള്ള നമ്മളുടെ പോർട്ടൽ അല്ലെങ്കിൽ വിൻഡോ നമുക്ക് എന്നേക്കുമായി കൊട്ടിയടക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം. അപ്പോൾ പാകിസ്ഥാൻ അനുവദിക്കത്തില്ല അവരുടെ മണ്ണിൽ കൂടെ നമ്മളെ അഫ്ഗാനിസ്ഥാനിലേക്കോ അല്ലെങ്കിൽ അതുവഴി നമുക്ക് സെൻട്രൽ ഏഷ്യയിലേക്കോ നമ്മളെ ഈ പറഞ്ഞ നമ്മളുടെ ട്രേഡ് അല്ലെങ്കിൽ നമ്മളുടെ വ്യാപാരം അല്ലെങ്കിൽ നമ്മളുടെ ഇക്കണോമിക് കോറിഡോറൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി. അപ്പോൾ അത് നമുക്ക് സാധ്യമാകാത്തത് കൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ വളഞ്ഞ് അഫ്ഗാനിസ്ഥാനിന് ഈ ചബഹർ പോർട്ട് വഴി നമ്മൾ അഫ്ഗാനിസ്ഥാനിലെത്തുകയും പിന്നെ അവിടുന്ന് നമുക്ക് സെൻട്രൽ ഏഷ്യയിലൊക്കെ നമുക്ക് വീണ്ടും നമ്മുടെ ഈ പറഞ്ഞ ട്രേഡ് റൂട്ടിന് നമുക്ക് കണക്ടിവിറ്റി നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു അവസരമായിരുന്നു ചബഹർ പോർട്ട് എന്ന് പറഞ്ഞാൽ. ഈ സാങ്ഷൻ ഇറാൻ്റെ മുകളിൽ ഉള്ളതുകൊണ്ട് ഇതെല്ലാം ടോട്ടലി ഡിസ്റപ്റ്റായി അല്ലെങ്കിൽ ഡിസ്റപ്റ്റ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ റഷ്യ യുക്രൈൻ യുദ്ധം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇന്ത്യയുടെ ഈ പറഞ്ഞ കണക്ടിവിറ്റിയെയും അതുപോലെ തന്നെ അതിനെ കൂടുതൽ പൂർണ്ണമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്തുന്നതിലും ഒക്കെ ഈ കാലതാമസം നേരിടുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പക്ഷേ ഇനിയും മറിച്ച് ഇറാനിൽ ഭരണമാറ്റം ഉണ്ടായി അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒക്കെ അനുകൂലമായിട്ടുള്ളൊരു ഭരണം വരികയാണെങ്കിൽ ഒരു പക്ഷേ അത് ഇന്ത്യക്ക് വേണമെങ്കിൽ നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ കാണാം. കാരണം പിന്നീട് ഇറാൻ്റെ മുകളിലുള്ള സാങ്ഷൻസ് ഒക്കെ മാറുകയും ഇറാൻ അന്താരാഷ്ട്ര പിന്നെ വ്യാപാരത്തിലേക്ക് ഇറാനെ ആ, വരാൻ സാധിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഫ്രീ ആയിട്ട് ഇറാനുമായിട്ട് ഇതുപോലുള്ള എന്താണ് ട്രേഡ് റിലേഷൻസോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സ്ട്രാറ്റജിക് റിലേഷൻസോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളൊരു പ്ലസ് പോയിന്റ് അവിടെ ഉണ്ട്. പക്ഷേ പുതിയതായിട്ട് വരുന്ന ഭരണം തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഈ പറഞ്ഞ താല്പര്യങ്ങളെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല. അത് വേറെ കാര്യമാണ്. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ ഇറാൻ്റെ മുകളിലുള്ള സാങ്ഷനും റഷ്യ യുക്രൈൻ വാറും മിഡിൽ ഈസ്റ്റിലെ മറ്റ് കോംപ്ലക്സിറ്റീസ് എല്ലാം തന്നെ ഇന്ത്യയുടെ ഈ കണക്ടിവിറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു വിഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു എന്താണ് പറയുന്നത് നമ്മളുടെ തന്ത്രപരമായിട്ടുള്ള ലക്ഷ്യത്തിന് വിലങ്ങുതടിയായിട്ട് ഇപ്പോഴും നിലനിൽക്കുകയാണ്. 2024 ഇന്ത്യ 10 വർഷത്തെ കോൺട്രാക്റ്റ് ഈ ഇന്ത്യയുടെ ഇന്ത്യ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡ് IPGL എന്ന് പറയുന്ന ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനവും അതുപോലെ തന്നെ ഈ ഇറാൻ്റെ ഷാഹിദ് ബഹേഷ് ടെർമിനൽ എന്ന് പറയുന്ന ചബഹാറിലുള്ള അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി $370 മില്യൺ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ആ കരാർ നമ്മൾ പിന്നെ കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നതല്ലേ. ഈ കോൺട്രാക്റ്റ് ഇറാൻ്റെ പോർട്സ് ആൻഡ് മാരിടൈം ഓർഗനൈസേഷനുമായിട്ടാണ് നമ്മൾ സൈൻ ചെയ്തിരിക്കുന്നത്, ഒപ്പുവെച്ചിരിക്കുന്നത്. അതവിടെ പുതിയ പോർട്ട് നിർമ്മിക്കുകയല്ല, പോർട്ട് അവിടെ ഓൾറെഡി ഉണ്ട്. അതിനെ നമ്മൾ മോഡേണൈസ് ചെയ്യുക, ആധുനികവൽക്കരിക്കുക, വികസിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ്. അതിന് ഓപ്പറേഷണൽ സ്റ്റെബിലിറ്റി അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ പോർട്ടിനെ നമുക്ക് വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിലേക്ക് നമുക്ക് പാകിസ്ഥാൻ്റെ സഹായമില്ല നമുക്ക് എത്തിച്ചേരാനും അതുവഴി നമുക്ക് സെൻട്രൽ ഏഷ്യ റഷ്യ ഇതുപോലുള്ള ഏറ്റവും ഫലഭൂയിഷ്ടമായിട്ടുള്ള മാർക്കറ്റുകളെ നമുക്ക് സ്വന്തമാക്കുവാനും അല്ലെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാനും സാധിക്കും. അങ്ങനെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത് കൂടുതൽ ഊർജം പകരുന്ന ഒരു പുതിയ മാറ്റത്തിലേക്ക് അതിനെ നയിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ വളരെ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ. ഈ അടുത്ത സമയത്ത് നമുക്കറിയാം ഇന്ത്യയിൽ പല വാർത്തകളൊക്കെ ഉണ്ടായി. ഇന്ത്യ ചബഹർ പോർട്ട് അമേരിക്കയുടെ ഭീഷണിക്ക് വഴങ്ങി ചബഹർ പോർട്ടിൽ നിന്ന് പിൻവാങ്ങി അല്ലെങ്കിൽ പിൻവാങ്ങാൻ ആം, തുടങ്ങുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായെങ്കിലും തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഒഫീഷ്യലായിട്ടുള്ള പ്രസ്താവനകളോ അല്ലെങ്കിൽ നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ നിന്ന് ഇതുവരെ തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു അഷുറൻസ് ഒന്നും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ളൊരു പ്രത്യേക ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന അത് ഇന്ത്യ ചബഹറിൽ നിന്ന് പിന്മാറുകയാണ് ഇനിയും ആ പ്രോജക്റ്റുകൾ മുന്നോട്ട് പോകത്തില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ അതുപോലുള്ള അഭിപ്രായങ്ങളൊന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ തന്നെയും ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഇത് നഷ്ടപ്പെടുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് എന്താണ് പറയുന്നത് വളരെ അധികം നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കി തരുന്ന പൈസ ഇൻവെസ്റ്റ് ചെയ്ത നഷ്ടമല്ല, നമുക്ക് ഈ ദീർഘകാലത്തിൽ നമുക്ക് തന്ത്രപരമായിട്ടുള്ള പല ലക്ഷ്യങ്ങളെയും നമുക്ക് നേടുവാൻ സാധിക്കാതെ വരികയും പിന്നെ ചൈന ഓഫ് കോഴ്സ് നമ്മളിപ്പോൾ വിട്ടുപോകുന്നെങ്കിൽ ചൈന അത് എങ്ങനെയും അടിച്ച് കൈക്കലാക്കുന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ 6 മാസത്തെ
ഇളവ് ഒക്ടോബറിൽ തുടങ്ങി ഏകദേശം തീരാറായി. അപ്പോൾ ഇന്ത്യ ഏതെങ്കിലും നയതന്ത്രപരമായിട്ടുള്ള ചാനലിൽ കൂടി അമേരിക്കയുമായിട്ടുള്ള പക്ഷേ സന്ധി സംഭാഷണങ്ങൾ കൂടി പക്ഷേ ഇതിനെ തീർച്ചയായിട്ടും ഇന്ത്യക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഉള്ള ഒരു അവസരം ഉണ്ടാക്കിയെടുക്കുവാൻ ആണ് നമ്മൾ ശ്രമിക്കുന്നത്. കാരണം ഇത് തീർച്ചയായിട്ടും നിസ്സാരമായിട്ട് നമുക്കിതിനെ വിട്ടുകൊടുത്തിട്ട് നമുക്ക് പോരുവാൻ സാധിക്കത്തില്ല. കാരണം പല രീതിയിലുള്ള നഷ്ടങ്ങളും നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഈ പറഞ്ഞൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചബഹർ പോർട്ട് പദ്ധതി നമുക്ക് അതിനെ അമേരിക്കയുടെ ഭീഷണിക്ക് വഴങ്ങി നമ്മളതിനെ വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ അതിൽ നമ്മൾ വിത്ഡ്രോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ മാരിടൈം അംബീഷൻസ് അതുപോലെ തന്നെ ഇൻഡോ പസഫിക്കിലെ നമ്മുടെ ഭയങ്കരമായിട്ടുള്ള അംബീഷൻസ് ഒക്കെ തന്നെ നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് നമ്മൾ ഏത് മാർഗം ഉപയോഗിച്ച് ഇതിനെ നിലനിർത്തുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ട് നമുക്ക് നിലനിർത്തേണ്ടത്. ട്രംപിൻ്റെ ഈ ഭീഷണി നേരിടുന്നത് ഇന്ത്യ മാത്രമല്ല, നമുക്കറിയാം ചൈനയുടെ മുകളിലും UAE, ബ്രസീൽ, ടർക്കി, റഷ്യ ഇങ്ങനെ പല രാജ്യങ്ങളുടെ മുകളിൽ ഇതുപോലെ പ്രത്യേകിച്ച് ഇറാനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ ഈ പറഞ്ഞ ട്രംപിൻ്റെ എന്താണ് പറയുന്നത് ഭീഷണിയും അല്ലെങ്കിൽ സമ്മർദ്ദവും ഉണ്ട് എന്നുള്ള ഒരു വസ്തുതയും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യ മാത്രമല്ല ഈ ഒരു ട്രാപ്പിനകത്തിൽ ഉള്ളത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇറാനുമായിട്ടുള്ള വിഷയം ഇപ്പോൾ നിലനിൽക്കുമ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ച് ഇറാൻ ഒരു യുദ്ധത്തിലേക്ക് ഇറാനും അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇസ്രായേലും തമ്മിൽ യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കോൺസിക്വൻസ് നമുക്കൊരിക്കലും പ്രവചിക്കാൻ സാധിക്കാത്തതായിരിക്കും. കാരണം ഇറാൻ്റെ തൊട്ടടുത്ത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് അല്ലെങ്കിൽ ഹോർമൂസ് കടലെടുക്കെന്നും പറഞ്ഞ് ഒരുപക്ഷെ അവിടെ ഇറാനാണ് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത്. കാരണം ഇറാൻ അത് ഏതെങ്കിലും രീതിയിൽ ഒരു ബ്ലോക്കേഡ് അല്ലെങ്കിൽ അതൊരു ചോക്ക് പോയിൻ്റാണ്. ആ ചോക്ക് പോയിന്റിനെ അവർക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഗ്ലോബൽ ട്രേഡിൻ്റെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഗ്ലോബൽ എനർജി ഈ ഒരു കടലിൽ കൂടെ കടലിടുക്കിൽ കൂടാണ് പോകുന്നത്. അത് ക്രിട്ടിക്കൽ ഏരിയ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻഡോ പസഫിക് സപ്ലൈ ചെയിനെ കണക്ട് ചെയ്യുന്ന ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ശരിക്കും പറഞ്ഞാൽ. ഒരു കടലിടുക്കാണ് അല്ലെങ്കിൽ ചോക്ക് പോയിന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇറാനെ ഏതെങ്കിലും രീതിയിൽ അമേരിക്കയും അല്ലെങ്കിൽ അവരുടെ സഖ്യകക്ഷികളും യുദ്ധത്തിൻ്റെ വക്കിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഇറാന് പിന്നെ വേറെ മാർഗങ്ങളൊന്നും ഇല്ലെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്നല്ല സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിനെ ബ്ലോക്കേഡിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ തീർച്ചയായിട്ടും ഗ്ലോബൽ ട്രേഡിന് അത് വലിയൊരു ഭീഷണിയായിട്ട്, കാരണം ടോട്ടലി അത് ഡിസ്റപ്റ്റ് ചെയ്യും. അപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്കൊക്കെ തന്നെ അത് വളരെയധികം ദോഷമുണ്ടാക്കുന്നൊരു കാര്യമാണ്. ട്രേഡ് അതുപോലെ തന്നെ ഇൻഷുറൻസിൻ്റെ കോസ്റ്റ് കൂട്ടാം, ഷിപ്പിംഗ് കോസ്റ്റ് കൂട്ടാം. അതുപോലെ തന്നെ ഇൻഡോ പസഫിക് റീജിയനിലുള്ള രാജ്യങ്ങളിലൊക്കെ പിന്നെ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഈ പറഞ്ഞ ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റിനെയൊക്കെ തന്നെ അത് നെഗറ്റീവായിട്ട് അത് ബാധിക്കുന്നൊരു കാര്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഈ പറഞ്ഞ വെസ്റ്റ് ഏഷ്യയിലുള്ള ഈ ഇൻഫ്രാസ്ട്രക്ചറിലും അതുപോലെ എനർജിയിലൊക്കെയുള്ള കണക്ടിവിറ്റി അതുപോലെ നമ്മളുടെ അവിടെ ഇപ്പോൾ ജോലി ചെയ്യുന്ന ആൾക്കാർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വലിയ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കി തരുന്ന കാര്യങ്ങളാണെങ്കിൽ തന്നെ ഈ ചബഹർ പോർട്ട് എന്ന് പറയുന്നൊരു പദ്ധതി നമുക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ ഈ പറഞ്ഞ സ്വാധീനങ്ങളൊക്കെ തന്നെ നമുക്ക് വല്ലാതെ നഷ്ടപ്പെടും എന്നാണ് ഇവിടെ ഈ റിപ്പോർട്ടിനകത്തിൽ അവർ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഈ ജിയോ പൊളിറ്റിക്കലി നമുക്ക് ഇപ്പോൾ കൈവശമുള്ള ഏറ്റവും തന്ത്രപരമായിട്ടുള്ള, കാരണം ഇന്ത്യ അങ്ങനെ മറ്റു രാജ്യങ്ങളെ പോലെ ഇപ്പോൾ ചൈന, റഷ്യ അല്ലെങ്കിൽ ഈവൻ അമേരിക്ക അതുപോലുള്ള രാജ്യങ്ങളെ പോലെ നമ്മൾ എന്താണ് പറയുന്നത് ഈ ഗ്ലോബൽ ഇന്ത്യ വിട്ടിട്ട് നമുക്ക് മറ്റിതുപോലുള്ള തന്ത്രപരമായിട്ടുള്ള പോർട്ടുകളുടെ കൈവശാവകാശമോ അല്ലെങ്കിൽ ഇതുപോലുള്ള പോർട്ടുകൾ നിർമ്മിക്കുന്നതിൽ അല്ലെങ്കിൽ നമ്മൾ മറ്റ് മിലിറ്ററി ബേസുകൾ ഇങ്ങനെയൊന്നും നമ്മളിതുവരെ ഉണ്ടാക്കിയെടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഈ നേടിയെടുക്കുന്നതിലൊന്നും ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടില്ല. പക്ഷേ ഈ ചബഹർ പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടായിരിക്കാം ഇന്ത്യക്ക് വെളിയിൽ ഇങ്ങനൊരു പ്രോജക്റ്റിൽ ഏർപ്പെടുന്നതും. അപ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള മൂവ് ആയതുകൊണ്ട് അത് തന്നെയല്ല ഈ ഗദ്വാർ പോർട്ടും ഈ ചബഹർ പോർട്ടും തമ്മിൽ വലിയ ദൂരങ്ങളില്ല. വളരെ ഏതാണ്ട് 100 ചില്ലാനം മൈലുകൾ നോട്ടിക്കൽ മൈലിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ചൈന ഗദ്വാർ പോർട്ടിൽ കൂടുതൽ ഈ സ്വാധീനം അവരുടെ സിപെക് പ്രോഗ്രാമിൻ്റെ ഒരു കീ പ്രോജക്റ്റാണ് ഈ ഗദ്വാർ പോർട്ടിനെ നിർമ്മിക്കുകയും അല്ലെങ്കിൽ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളത്. അത് പൂർണ്ണമായിട്ടും കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചൈനയ്ക്ക് ആ പറഞ്ഞ മേഖലയിൽ കിട്ടുന്ന സ്വാധീനവും അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന പവർ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്. നമുക്കൊരിക്കലും അതിനെ
ഇമാജിൻ ചെയ്യാൻ പോലും സാധിക്കത്തില്ല. അപ്പോൾ അതിനൊരു കൗണ്ടറായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ ചബഹർ പോർട്ടിനെ നിലനിർത്താൻ സാധിക്കുകയാണെങ്കിൽ ചൈനയുടെ ഈ പറഞ്ഞ ആ, വലിയൊരു പവർ പ്രൊജക്ഷനെ നമുക്ക് ഒരു നല്ല പരിധിവരെ കൗണ്ടർ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് അതിന് തടയിടാനും സാധിക്കും. അത് അമേരിക്കയ്ക്കും കൂടെ പ്രയോജനമുള്ള കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ അമേരിക്ക ഇപ്പോൾ ചെയ്യുന്നത് നേരെ വിരുദ്ധമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. കാരണം അമേരിക്കയുടെ ഒബ്ജക്റ്റീവായിട്ട് അവർ പറയുന്നത് ചൈനയുടെ വളർച്ചയെ തടയുക, പ്രത്യേകിച്ച് ഇൻഡോ പസഫിക് ഓഷ്യനിൽ. അപ്പം അങ്ങനെയുള്ളൊരു ലക്ഷ്യം അവർക്കുള്ളപ്പോൾ അതിന് പ്രാപ്തമായിട്ടുള്ള രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യക്ക് ചബഹർ പോർട്ട് വഴി ചൈനയുടെ ഈ പറഞ്ഞ ഗ്വദാറിലുള്ള സ്വാധീനത്തെ അല്ലെങ്കിൽ ഗ്വദാർ വഴി അത് ഉണ്ടാക്കിയെടുക്കാൻ സാധ്യതയുള്ള സ്വാധീനത്തെ നമുക്ക് ചെക്ക്മേറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് പകരം ഇന്ത്യ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയും ഇന്ത്യക്ക് എങ്ങനെയും ചബഹാർ പോർട്ട് നഷ്ടമാകുന്ന തരത്തിലേക്കാണ് ട്രംപിൻ്റെയും അമേരിക്കയുടെയും ഈ നയങ്ങളും അല്ലെങ്കിൽ അവരുടെ നിലപാടുകളും മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളൊരു ദുഃഖകരമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്തിലൊരു വൈരുദ്ധ്യം തോന്നുന്ന കോൺട്രാഡിക്ടറി ആയിട്ടുള്ളൊരു കാര്യമായിട്ട് നമുക്ക് മനസ്സിലാകും. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ 25% ടാർഗറ്റ് ഈ ടാരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ എക്സ്പ്ലിസിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഏറ്റവും പ്രത്യക്ഷമായിട്ട് ഇന്ത്യയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടല്ല. പക്ഷേ അത് ഈ നിലവിൽ വരികയാണെങ്കിൽ അല്ലെങ്കിൽ അവരതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയും ബാധിക്കും. കാരണം ഇന്ത്യയും ഇറാനുമായിട്ടും ഈ പറഞ്ഞ ട്രേഡ് റിലേഷൻസ് ഉണ്ട്. വളരെ വ്യാപകമായിട്ടില്ലെങ്കിൽ തന്നെയും ചില ക്രിട്ടിക്കലായിട്ടുള്ള മേഖലകളിലും ഈ പറഞ്ഞ ഗ്ലോബൽ സപ്ലൈ ചെയിൻ്റെ പരിധിക്ക് പുറത്ത് നിന്നുകൊണ്ട് തന്നെ ഇപ്പം ബയലാറ്ററലായിട്ട് ബ്രിക്സിലെ രാജ്യങ്ങളൊക്കെ തന്നെ പരസ്പരം ചെയ്യുന്നത് പോലൊക്കെ തന്നെ. കാരണം ഇറാൻ ബ്രിക്സിലെ ഒരു അംഗരാജ്യമാണല്ലോ, ഫൗണ്ടിങ് മെമ്പർ അല്ലെങ്കിൽ തന്നെയും. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അത് ഇന്ത്യയെ തീർച്ചയായിട്ടും ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്ത്യക്ക് ഈ ചബഹർ പോർട്ടിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള റോള് നമുക്ക് കുറയുകയോ അല്ലെങ്കിൽ നഷ്ടപ്പെടുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചത് വലിയൊരു ഇക്കണോമിക് ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുന്നത് പോലെയാണ്. അതിൻ്റെ അപ്പുറത്ത് തന്നെ നമ്മളുടെ ഈ ബ്രോഡറായിട്ടുള്ളൊരു വിഷനുണ്ട്, മാരിടൈം വിഷൻ. അതുപോലെ തന്നെ ഈ ഇൻഡോ പസഫിക്കിലും വെസ്റ്റ് ഏഷ്യയിലും ഒക്കെ നമ്മളൊരു സ്റ്റെബിലൈസിങ് ഫോഴ്സായിട്ട് നമ്മൾ ആക്ട് ചെയ്യുക എന്നൊക്കെയുള്ള നമ്മളുടെ ആ ഒരു എന്താണ് ലീഡർഷിപ്പ് റോളൊക്കെ തന്നെ നമുക്ക് നഷ്ടമാകുന്ന ഒരു തലത്തിലേക്ക് അതിനെ കൊണ്ടെത്തിക്കും. എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഇത് കൈമോശം നമുക്കിത് കൈമോശം എന്ന് വെച്ചാൽ നമുക്കിത് നഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ചൈനയുണ്ട് എന്നുള്ള കാര്യത്തിൽ നമ്മൾ സംശയിക്കേണ്ടതൊന്നുമല്ല. കാരണം എന്ന് നമുക്കിത് നഷ്ടപ്പെടുകയെന്നോ അല്ലെങ്കിൽ ഇത് നമുക്ക് എന്താണ് പറയുന്നത് ഈ ഇത് നമുക്ക് മിസ്സാവുന്നു, അവിടെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ചൈന തീർച്ചയായിട്ടും ഓടിയെത്തും. ചബഹർ പോർട്ട് ചൈനയുടെ കയ്യിലിരിക്കും. അപ്പോൾ അതിന് നമ്മൾ അറ്റ് എനി കോസ്റ്റ് അല്ലെങ്കിൽ എന്ത് ത്യാഗവും സഹിച്ച് എന്ത് വിലയും കൊടുത്ത് നമുക്ക് ഇതിനെ നഷ്ടപ്പെടുത്തുവാൻ കഴിയരുത് എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ചബഹർ പോർട്ടിൻ്റെ പ്രാധാന്യം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. ഇറാനിൽ ആര് ഭരണത്തിൽ വന്നു കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു തന്ത്രപരമായിട്ടുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള എന്താണ് പറയുന്നത് പൊസിഷൻ അല്ലെങ്കിൽ ലൊക്കേഷൻ നിലനിർത്തുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്രയാണ് നമുക്ക് ഈ ടോപ്പിക്കിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു വിവരണം അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു കമൻ്റ് ഒന്നും ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നിട്ടില്ല. പക്ഷേ നമ്മൾ മുഖ്യധാരാ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ തന്നെ ഇതിനെക്കുറിച്ചുള്ള സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത് എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല. കാരണം ഇന്ത്യ ചബഹർ പോർട്ട് വിട്ടു അല്ലെങ്കിൽ വിടാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് പൊതുവെ പരക്കുന്നത്. പക്ഷേ ഒഫീഷ്യലായിട്ടുള്ള ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കൊറാബറേറ്റ് ചെയ്യുന്ന ഡിക്ലറേഷൻസോ സ്റ്റേറ്റ്മെൻറ്റോ ഒന്നും തന്നെ ഇതിൽ ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരം പറഞ്ഞൊരു ടോപ്പിക്കോട് അവസാനിപ്പിക്കാം. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.